പീച്ചിങ്ങ ചെമ്മിനുളത്ത് നിങ്ങൾക്കറിയാവുന്ന ഒരു കറിയാണിത്. എങ്ങനെയാണ് പാകം ചെയ്യുന്നത് നിങ്ങൾ കാണുക. നിങ്ങളോട് പ്രത്യേക ഒരു വിശേഷം അറിയിക്കുവാനുണ്ട്. ബെനീഷിന് കല്യാണ ദിവസങ്ങൾ അടുത്ത് വരികയാണ്. അടൂരാണ് പെണ്ണിൻ്റെ വീട്. അവിടേക്ക് പോകാൻ ഞങ്ങൾക്ക് ബസ് ആവശ്യമുണ്ട്. ട്രാവൽസുകാർ ബസ്സിന് സൗകര്യപ്പെടുത്തി തന്നാൽ വളരെ നന്നായിരിക്കും. വളരെ കുറച്ച് തുക വാങ്ങിക്കാൻ പാടുള്ളൂ. പീച്ചിങ്ങ ചെറുതായി അരി വെച്ചിട്ടുണ്ട്. ഇതിൽ ചേർക്കാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. പച്ചമുളക്, വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇതൊക്കെ എല്ലാം ചതച്ചെടുക്കണോടാ. മസ്റ്റാണത്. ചട്ടി ചൂടായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് പൊട്ടിക്കാട്ടാ. മൺചട്ടിയിൽ ഉണ്ടാക്കണോട്ടാ. മൺചട്ടിയിൽ ഉണ്ടാക്കിയാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കടുക് പൊട്ടിയിട്ട് പച്ചമുളക്, വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി എല്ലാം ചതച്ചത് നമുക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് വരട്ടിയെടുക്കാട്ടാ. ഒന്ന് ശരിക്കൊന്ന് അല്ലേ അമ്മച്ചി? ശരിക്കും ഒന്ന് വരട്ടി ഇളക്കി മറിച്ചെടുക്കണം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി ഇത്ര സാധനങ്ങൾ ചേർത്താൽ മതി കേട്ടോ. ഒരുപാട് എരിവൊന്നും വേണ്ടട്ടെ ഇതിന്. പൊടികൾ മൂത്ത് പാകമാകുമ്പോൾ നമുക്ക് ചെമ്മിനിടാം. ചെമ്മിനിട്ടതിന് ശേഷം നല്ലപോലെ കൂട്ടി ഇളക്കുക. നല്ല മണം മഞ്ഞണ്ടല്ലോ അമ്മച്ചിത്. അത് വെളുത്തുള്ളി ചതച്ചതും വേപ്പലയും കൂടെ ഇഞ്ചിയും കുടിച്ച് ചതച്ചതിൻ്റെ മണമാണ്. വെള്ളം കൂടെ വെച്ചിട്ട് വേണ്ട, കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ സാധനം ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാട്ടാ. ഇത് ചെറു നെയ്യിൽ കിടന്ന് വെന്ത് വരട്ടാ. അപ്പൊ നമ്മുടെ ചെമ്മിനും വെന്തട്ടാ. ഇനി നമുക്ക് എന്തിട്ട് കൊടുക്കണം? പീച്ചിങ്ങ ഇട്ട് കൊടുക്കാല്ല. ഒരുപാടുണ്ടല്ലോ അമ്മച്ചി ഇത്. അത് വെന്ത് വരട്ടാ. അപ്പൊ കാണാം. എന്ത് വരുമ്പോ ചുരുങ്ങി പോട്ടാ. കൂട്ടി ഇളക്കുക. അടിയിൽ നിന്ന് മേലോട്ട് എടുത്ത് നല്ലപോലെ കൂട്ടി ഇളക്കി എടുക്കുക. വെള്ളം ഒഴിക്കരുതട്ടാ. പീച്ചിങ്ങയിൽ ഒരുപാട് വെള്ളം ഉള്ളതാ. അതുകൊണ്ട് വെള്ളം ഒഴിക്കരുത്. മൂടി വെച്ച് വേവിക്കാം. ചെറു തീയിൽ വേണം കേട്ടോ വേവിക്കാനായിട്ട്. ഇത് അവിടെ കിടന്ന് വേകട്ടെ. നമുക്ക് കുറച്ച് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. ഒരാൾ പഴംപൊരി ഞാൻ കാത്തിരിക്കണേ. ആരാണ് അമ്മച്ചി പഴംപൊരി ഞാൻ കാത്തിരിക്കണ? സുരേഷ് കൊച്ചേട്ടെ. പീച്ചിങ്ങ ചെമ്മിനെടുത്ത് ശരിയായി ഇന്ന് തുറന്നു വെക്കുക. ആഹാ, സംഭവം ചുരുങ്ങിയങ്ങനെ നോക്കിയേ. ഒരു ചട്ടി ഉണ്ടായതല്ലേ. അതൊക്കെ അങ്ങനെ. എന്താ മണം. മണം ഉണ്ടെങ്കിൽ ഗുണം ഉണ്ടാവില്ല. ഗുണം ഉണ്ടാവോ? ഗുണമുണ്ടാവും. അടിപൊളി കറിയാണ്ടാ. ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ കഴിച്ചേക്കണ കറികളിൽ ഒന്നാ. കൊച്ചിക്കാരുടെ പീച്ചിങ്ങയും ചെമ്മിനിട്ട് വെച്ചാണ്ടാ ഒലത്തിയെന്നാ പറയണത്. ഇതാണ്ടാ നമ്മൾ ഇത്തിരി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാബേജ് അമ്മച്ച് ഉച്ചക്ക് വെച്ചതാണ് കേട്ടോ. പച്ചക്കറി കഴിക്കാറില്ലെന്നാണ് എല്ലാവരുടെയും വർത്തമാനം. ഇതുണ്ട്. ഇതിൻ്റെ എണ്ണ തെളിഞ്ഞേക്കണ ഉണ്ടോ? ഇതേണ്ട ചോറിട്ട് കുഴക്കുമ്പോൾ ഒരു കളർ ഉണ്ടാ. അമ്മച്ചി കാബേജ് അധികം കഴിക്കൂല. അത് നോക്കിയിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. എങ്ങനെയുണ്ട്? നല്ല സൂപ്പർ. അത് വീണ്ടും കാണാം.